ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ വെബ് സീരീസ് റിലീസാണ്. നമ്മുടെ ചാനൽ റിവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നമുക്ക് തോന്നുന്ന വെബ് സീരീസ് ഏതാണ് കരിക്കിൻ്റെ തന്നെയാണ്. അത് കരിക്കിന് 2 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു സംതിങ് ഫിഷി എന്ന് പറഞ്ഞ ചിത്രം. 2 പാർട്ടാണ് ഏകദേശം ഇറങ്ങിയിട്ടുള്ളൂ. ഏകദേശം ഒരു 2 മണിക്കൂറിന് താഴെയായിട്ടാണ് 2 വെബ് സീരീസിൻ്റെ ഡ്യൂറേഷനായിട്ട് വന്നിട്ടുള്ളത്. അത് തിരിച്ചിട്ടും അഭിജിത്ത് കൃഷ്ണനാണ് ഡയറക്ഷൻ, അതുപോലെ അദ്ദേഹം തന്നെയാണ് തിരക്കഥ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കാശ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള നമ്മുടെ സ്വന്തം ജോർജ്, അതുപോലെ തന്നെ കൃഷ്ണശങ്കർ, അതുപോലെ തന്നെ എന്താ പറയുക ലോലൻ തുടങ്ങിയ ഒരുപാട് ശംഭു തുടങ്ങിയ ഒരുപാട് കാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. കുറച്ച് പുതുമുഖ ഫേസൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. സംതിങ് ഫിഷിയെക്കുറിച്ച് അവർ എന്താ പറയുക ആവിഷ്കാരം വേണ്ടി ശ്രമിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ത്രില്ലറാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ക്രൈമും അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കണ്ടെത്തത് കോമഡി രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. 2 പാർട്ടിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പാർട്ടിനുള്ള ഒന്ന പരിപാടി കാര്യങ്ങളൊന്നും വെറുതെ വലിച്ചു നീട്ടുന്ന ഭയങ്കര ലാഗ് അനുഭവപ്പെടുന്ന തരത്തിലാണ് അതിനെ അവർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ തോന്നുന്നുണ്ട്. കാരണം ചിരിപ്പിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന അല്ലെങ്കിൽ കണ്ടൻറ് ഇല്ലാതെ പെടാപ്പാടുപെടുന്ന ഒരു കരിക്കിനെ കാണുന്ന ഒരവസ്ഥ തന്നെയാണ്. നമ്മൾ തന്നെ പല വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ചിലതൊക്കെ ക്ലിക്കാവും ചിലത് ക്ലിക്കാവില്ല എന്ന്. എനിക്കൊട്ടും തന്നെ വർക്കാവാതെ അയ്യോ എന്ന് തോന്നുന്ന ഒരവസ്ഥ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം കോമഡികളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ചിലതൊക്കെ വർക്കൗട്ടായി. പക്ഷേ നേരെ തിരിച്ച് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ യാതൊരു വിധത്തിലുള്ള കോമഡിയോ കാര്യങ്ങളോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായിട്ടും എന്താണ് ഇതിൻ്റെ ത്രില്ലർ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവസാന സസ്പെൻസും പരിപാടിയും കാരണം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നുള്ളെങ്കിൽ പോലും അത് അത്യാവശ്യം ഒരു കണ്ടിന്യൂറ്റി ആയി തോന്നുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും കഥാപാത്രം തമ്മിലുള്ള ഒരു ഇമോഷൻസോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ കോമഡി രംഗങ്ങളൊന്നും തന്നെ ശ്രമിക്കുന്നില്ല. ലോലിലൊക്കെ വെറുതെ ശബരീഷൊക്കെ വെറുതെ കിടന്നിട്ട് അഭിനയിച്ച് വെളിപ്പാക്കിയ പോലെ അവസ്ഥയും. കാരണം അദ്ദേഹത്തെ പ്രകടനം ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല, എന്തൊക്കെയോ കാട്ടി കൂടുന്നുണ്ട്. ശംഭുവിൻ്റെ പുൽക്കാന്താടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ജോർജിൻ്റെ ഒരു അപ്പൂപ്പനായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അറിയാലോ ഏത് റോൾ കൊടുത്താലും ഗംഭീരമായി പ്രകടനം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ ജോർജ്. തീർച്ചയായിട്ടും ഇതിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വൈസിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത്യാവശ്യം പുതുമ ഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു ത്രില്ലിംഗ് ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഇതിൻ്റെ ഐറ്റം അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പാർട്ട് ഉണ്ടാവും എന്ന് തോന്നുന്ന തരത്തിലാണ് കരിക്കിൻ്റെ സംതിങ് ഫിഷി എന്ന് പറയുന്ന എപ്പിസോഡ് നിർത്തിയിട്ടുള്ളൂ. സംതിങ് നമുക്ക് എന്തൊക്കെ ഇനി പറയാൻ വേണ്ടി തോന്നാലും നമുക്ക് എന്തൊക്കെ അവിടെ ചോദിക്കാൻ വേണ്ടി തോന്നുന്ന തരത്തിലാണ് ഇതിൻ്റെ എൻഡിങ് കാര്യങ്ങളൊക്കെ ചെന്ന് അവസാനിപ്പിച്ചിട്ടുള്ളത്. പൂർണ്ണമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് അത്യാവശ്യം കൊള്ളാമെങ്കിൽ സെക്കൻഡ് പാർട്ട് പൂർണ്ണമായിട്ടും അതിനോട് നീതി പുലർത്താത്ത അവസ്ഥ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഡ്യൂറേഷൻ മാത്രമാണ് രണ്ടും തമ്മിൽ അത്യാവശ്യം വ്യത്യസ്തമായി തോന്നിയിട്ടുള്ളൂ. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു കോമഡി കരിക്കെന്ന് പറയുമ്പോൾ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കാണുന്ന തരത്തിലാണ് അവർ ഓരോ ദൃശ്യവിസ്മയങ്ങളും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറ്. അത്യാവശ്യം കോമഡി ഉണ്ടാവും, കാര്യങ്ങൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലാണ്. പക്ഷേ പിന്നീട് എന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് കരിക്കിൻ്റെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്, ദയനീയമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ തീർച്ചയായിട്ടും കരിക്കിൻ്റെ 2 പാർട്ടുകളും കൂടി ഇറങ്ങിയ സംതിങ് ഫിഷി എന്ന് പറയുന്ന വെബ് സീരീസ് നിങ്ങൾ കണ്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കൊരു ഏവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കരിക്ക് എന്ന് പറയുന്ന ടീം ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും തിരിച്ചു തന്നെ തണുത്തുമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട്. വരട്ടെ ഇനി അടുത്ത എപ്പിസോഡിനായിട്ട്. പക്ഷെ നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട്. വർഷത്തിൽ 1-2 വെബ് സീരീസ് മാത്രമാണ് കരിക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാവാറുള്ളൂ. ഇനി അടുത്ത ഒരു പക്ഷേ ഇനി ഓണത്തിനായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പ് ഉണ്ടെങ്കിൽ കിട്ടിയെന്നുള്ള അവസ്ഥ തന്നെയാണ്. അതേപോലെ തന്നെ കരിക്കിൻ്റെ സീരീസിൻ്റെ അവസ്ഥയും നല്ലത് എങ്കിൽ നല്ലത്, അഥവാ ചീത്തയെങ്കിൽ ചീത്ത, അതേ ഒരു അവസ്ഥ. ബൈ.